ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ആയതുകൊണ്ട് മാക്സിമം വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല, ഈ ഒരു കാർട്ടൂൺ ഉപയോഗിച്ച് ചെറിയൊരു ട്രിക്ക്. ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു ട്രിക്ക് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കണ്ടിട്ടുള്ളവരുണ്ടാകും. പക്ഷേ അങ്ങനെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ആയതുകൊണ്ട് മാക്സിമം വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. ഇർഫാൻ സ്റ്റാർട്ടാകല്ലേ? അങ്ങനെ നമ്മുടെ കാർട്ടൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എന്തിനാണ് ഇത് കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാണ് കേട്ടോ. നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ടീഷർട്ട് ഫോൾഡ് ചെയ്യാൻ പോവാണ്. എന്തായാലും നോക്കുകയല്ലേ, ഇത് എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇർഫാനെ? അപ്പം ഓക്കെ, ഇനി അടുത്തതായിട്ട് Aiva. Irfan? നോക്കിയേ, കാണിച്ചോടെ. അപ്പോൾ നോക്കിയേ, ഇത്രയും നൈസായിട്ട്, ഇത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, കുറച്ചും കൂടി തിക്നെസ് കുറഞ്ഞ കാർട്ടൂൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും അടിപൊളിയായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല തടിയുണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുത്തത് ഇർഫാനെ. ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ ഇത്രത്തോളം ഇതുണ്ട്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോൾഡ് ആവില്ല. അതേ സ്ഥാനത്ത് കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ള, അതായത് കുറച്ചുകൂടി തിക്നെസ് കുറവായിട്ടുള്ള കാർട്ടൂണുകളാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യാൻ പറ്റും. ആയിട്ടില്ല, ഇർഫാൻ ആയിട്ടില്ല കേട്ടാ. ഇർഫാന് വലിയ പരിചയം പോരാ, എക്സ്പീരിയൻസ് ആയിട്ടില്ല. എന്തായാലും നമുക്ക് ഫോൾഡ് ചെയ്ത് നോക്കാം അല്ലേ? ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഈ ഒരു രീതിയിൽ നമ്മുടെ ടീഷർട്ട് വെക്കുന്നു. ഷർട്ട് ആയിക്കഴിഞ്ഞാലും ടീഷർട്ട് ആയിക്കഴിഞ്ഞാലും ഈ ഒരു രൂപത്തിൽ വെക്കുക. രണ്ട് സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും പെർഫെക്റ്റ് ആയിട്ട് ഫോൾഡിങ് വന്നിട്ടുണ്ട്. നോക്കിയേ. പിന്നെ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ ഒരു സൈഡിൽ നിന്ന് കണ്ട, വളരെ സിമ്പിൾ. എങ്ങനെയാണോ റെഡിമെയ്ഡ് ഷോപ്പുകളിൽ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് അതേ രൂപത്തിൽ ടീഷർട്ടുകളോ വേണമെന്നുണ്ടെങ്കിലും അതുപോലെ ഷർട്ട് വേണമെന്നുണ്ടെങ്കിലും പാൻറ്റ് വേണമെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. ഷർട്ട് എത്രത്തോളം നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നോക്കാം. പക്ഷേ ടീഷർട്ടുകൾ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഷർട്ടാകുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ കൈകൾ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അതിന് ശേഷം ഈ ഒരു രൂപത്തിൽ ഫോൾഡ് ചെയ്യുക രണ്ട് ഭാഗത്തും. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് എന്നിട്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്.